വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 44 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. ഓർമ്മിക്കുക, മനസ്സിനുള്ളിൽ പരമാത്മാവിനാൽ നിക്ഷേപിക്കപ്പെട്ട പ്രതിഭാസമാണ് ജീവാത്മാവ്. ഈ ആത്മാവ് മുഖാന്തരമാണ് മനുഷ്യ മനസ്സ് പരമാത്മാവുമായി ബന്ധം പുലർത്തുന്നത്. പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നമ്മൾ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ജീവാത്മാവിനെ നമുക്ക് ടി.വി. തരംഗങ്ങൾ പിടിച്ചെടുക്കുന്ന ബൂസ്റ്ററിനോട് ഉപമിക്കാം. സർവവ്യാപിയായ പരമാത്മാവിനോട് ബന്ധം സ്ഥാപിക്കാൻ നമ്മിലുള്ള ജീവാത്മാവ് പ്രവർത്തനനിരതമായിരിക്കണം. ബൂസ്റ്ററിന് വരുന്ന തകരാറുകൾ നീക്കം ചെയ്യുന്നതുപോലെ ജീവാത്മാവിന് സംഭവിക്കുന്ന തകരാറുകളും പിഴുതുകളയണം. പലവിധമുള്ള ക്രമക്കേടുകൾ കൊണ്ട് ബൂസ്റ്ററിന് തകരാറ് സംഭവിക്കുന്നത് പോലെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ക്രമക്കേടുകൾ കൊണ്ട് തകരാറ് സംഭവിച്ച ജീവാത്മാവിന് പരമാത്മാവുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയാതെ പോകുന്നു. പരമാത്മാവിന്റെ തരംഗങ്ങൾ പ്രപഞ്ചത്തിലാകമാനം പ്രസരിച്ചു നിൽപ്പുണ്ട്. ഏതു നിമിഷം ജീവാത്മാവ് പ്രവർത്തനക്ഷമതയുള്ളതായി തീരുന്നുവോ ആ നിമിഷം തന്നെ പരമാത്മാവ് ജീവാത്മാവിനെ തന്നിലേക്ക് ആകർഷിക്കുന്നു. പരമാത്മാവിനാൽ ആകർഷിക്കപ്പെടാതെ ജീവാത്മാവിന് പരമാത്മാവുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ ദൈവപുത്രൻ പറയുന്നത്, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എന്റെ പക്കൽ വരുവാൻ സാധിക്കുകയില്ലെന്ന്. ശരീരത്തിലൂടെയും മനസ്സിലൂടെയും ജീവാത്മാവിനേൽക്കുന്ന ക്ഷതങ്ങൾ പരമാത്മാവിന്റെ കൃപയാൽ ശരീരത്തിനും മനസ്സിനും തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും. ഇതാണല്ലോ പ്രാർത്ഥനയിലും ധ്യാനങ്ങളിലും പ്രായശ്ചിത്തങ്ങളിലും സംഭവിക്കുക. ആയതുകൊണ്ട് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം പൂർണ്ണമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഓരോ നിമിഷവും പ്രാർത്ഥനാ നിരതരായിരിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് മനം തകരുന്നു. ഉത്തരം കിട്ടാതെ വലയുകയാണോ? അരുതേ ഇനിയും ആകുലങ്ങൾ. മനസ്സുമടുക്കാതെ പ്രാർത്ഥിച്ചിടൂ. പ്രാർത്ഥിച്ച് മനം തകരുന്നു. ചഞ്ചലമാകും കോട്ടയല്ലോ
അവിടുത്തെ ഹിതം നീ തേടുമെങ്കിൽ അവിടുത്തെ കൃപയും അവനരുളും. അവിടുത്തെ ഹിതം നീ തേടുമെങ്കിൽ അവിടുത്തെ കൃപയും അവനരുളും. ഗത്സേമനിയിൽ പ്രാർത്ഥിച്ച പോലെ യേശുവിനോടൊത്തു പ്രാർത്ഥിക്കണം. ഗത്സേമനിയിൽ പ്രാർത്ഥിച്ച പോലെ യേശുവിനോടൊത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് മനം തകരുന്നോ? ഉത്തരം കിട്ടാതെ വലയുകയാണോ? അരുതേ ഇനിയും ആകുലങ്ങൾ, മനസ്സു മടുക്കാതെ പ്രാർത്ഥിച്ചിടൂ. പൗലോസും ശീലാസും പ്രാർത്ഥിച്ച പോലെ ദൈവത്തെ സ്തുതിച്ചു നാം പ്രാർത്ഥിക്കണം. പൗലോസും ശീലാസും പ്രാർത്ഥിച്ച പോലെ ദൈവത്തെ സ്തുതിച്ചു നാം പ്രാർത്ഥിക്കണം. കാരാഗൃഹവും ഭേദിച്ചു നിന്നെ രക്ഷിക്കാൻ ദൈവം ഓടിയെത്തും. കാരാഗൃഹവും ഭേദിച്ചു നിന്നെ രക്ഷിക്കാൻ ദൈവം ഓടിയെത്തും. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് മനം തകരുന്നോ? ഉത്തരം കിട്ടാതെ വലയുകയാണോ? അരുതേ ഇനിയും ആകുലങ്ങൾ, മനസ്സു മടുക്കാതെ പ്രാർത്ഥിച്ചിടൂ.